ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ JEE പേപ്പർ 1ന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി. അപ്പോൾ പേപ്പർ എഴുതിയിട്ടുള്ള എല്ലാ കുട്ടികളും അവരുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് തന്നെ വിളിക്കുന്നുണ്ട് പല കുട്ടികളും. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ചാൻസ് എഴുതിയ കുട്ടികൾക്ക് എല്ലാം തന്നെ അറിയാം പേപ്പർ 1ന്റെ റിസൾട്ടിന്റെ ഒപ്പമല്ല പേപ്പർ 2ന്റെ റിസൾട്ട് വരുന്നത്. അത് വന്നതിന് ശേഷം ഒരു 2 വീക്സ് വരെ ഡിഫറൻസ് വരാറുണ്ട്. പേപ്പർ 1 റിസൾട്ട് വന്നിട്ട് ഒരു 2 വീക്സ് വരെ ഡിഫറൻസിലാണ് പേപ്പർ 2ന്റെ റിസൾട്ട് വരാറ്. പിന്നെ കുറച്ച് കൺസേൺസ് കൂടി ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഷെയർ ചെയ്യാം. കാരണം സാധാരണ രീതിയിൽ പേപ്പർ 1ന്റെ ആൻസർ കീയുടെ കൂടെ തന്നെ പേപ്പർ 2ന്റെ ആൻസർ കീ വരാറുണ്ട്. ഇത്തവണ ഒരു ആൻസർ കീ വന്നിട്ടില്ല. അപ്പൊ ആൻസർ കീ വരാത്തത് കൊണ്ട് തന്നെ പേപ്പർ 1ന്റെ റിസൾട്ട് വന്ന ആ ഒരു ഫാസ്റ്റ്നെസ്സിൽ പേപ്പർ 2ന്റെ ആൻസർ കീ എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡിലേ കൂടി നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ പല പേപ്പറുകളിലും അത് നാളെ അല്ലെങ്കിൽ ഇന്നായിട്ട് വരും എന്നതിനെ പറ്റി ഒരു ന്യൂസ് ഉണ്ട്. അപ്പൊ ചില പേപ്പേഴ്സ് അത് വളരെ കറക്റ്റ് ആയിട്ടൊരു ഇൻഫർമേഷൻസ് ആവണമെന്നില്ല, ജസ്റ്റ് അവർക്കൊരു മൈലേജ് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ന്യൂസ് ആയിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പ്രീവിയസ്ലി അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല പേപ്പേഴ്സും ഇതിന്റെ റിസൾട്ട് അപ്ഡേറ്റ് സൂം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരു ലിങ്ക് കൊടുക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും അത് നോക്കിയിരിക്കും, എന്നാൽ വരില്ല, ഡിലേ ആവും. അപ്പോൾ വൺസ് ഇത് റിലീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് റിസൾട്ട് നോക്കേണ്ടത്, പേഴ്സൻറ്റേജ് കിട്ടുക എങ്ങനെയാണ്, അതുപോലെ തന്നെ റാങ്ക് എങ്ങനെയാണ് വരുന്നത്. എസ്പെഷ്യലി ഇത് സെക്കൻഡ് ചാൻസ് ആയതുകൊണ്ട് മിക്കവാറും അതിന്റെ കൂടെ തന്നെ റാങ്കും കൂടി പബ്ലിഷ് ആവുന്നതായിരിക്കും. ഏതൊക്കെ റാങ്ക് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ കോളേജിൽ പങ്കെടുക്കാം അല്ലെങ്കിൽ സീറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്, അതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസും എല്ലാ ഇൻഫർമേഷനും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ലീഡിംഗ് ആയി നിൽക്കുന്ന BR കോളേജസ് ഇൻ ഇന്ത്യ ഫോർ മെറിറ്റ് സീറ്റ്സ് അതൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആക്കുന്നതായിരിക്കും. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, പേപ്പർ 2ന്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ അത് നിങ്ങളുടെ റിസൾട്ട് ബ്ലോക്ക് ആയിട്ടുള്ളതൊന്നല്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പേപ്പർ 2ന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് കാണാത്തത്. ഇനി പേപ്പർ 2ന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഒരു ആൻസർ കീ റിലീസ് ചെയ്യാറുണ്ട്. ആൻസർ കീ റിലീസ് ആയിട്ടില്ല. പിന്നെ പേപ്പർ 2ന്റെ റിസൾട്ട് വൈകുന്നതിന്റെ ഒരു കാരണം വേറെ ഒന്നല്ല, ഡ്രോയിങ് വാല്യൂവേറ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ്. അപ്പൊ ഡ്രോയിങ് വാല്യൂവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ കുറച്ചുകൂടി സമയം എടുക്കും, ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ നാറ്റയുടെ തന്നെ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അറിയാം, ആപ്റ്റിറ്റ്യൂഡിന്റെ സ്കോർ എക്സാം കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാണിക്കുന്നുണ്ട്. മറിച്ച് ഡ്രോയിങ്ങിന്റെ റിസൾട്ട് വരാനാണ് നമുക്ക് ഒരു 18 ദിവസം വരെ ഡിലേ വരുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ 1-2 വീക്സ് ഡ്രോയിങ് വാല്യുവേഷന് എക്സ്ട്രാ വരാറുണ്ട് JEE പേപ്പർ 2ന്റെ കേസിൽ. എന്തൊക്കെയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ ഞാൻ അറിയിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും മറ്റും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ നമ്മൾ എത്രയും പെട്ടെന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.